ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിനായി ഞാൻ 250 ഗ്രാം പനീരാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി എടുക്കാം, 3 ചെറിയ സബോള, ഒരു 10-15 അണ്ടിപ്പരിപ്പ്, ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ ഒരു ഏലക്കായ, ഒരു ചെറിയ പീസ് ബേ ലീവ്സ്, പിന്നെ മല്ലിയില ആവശ്യത്തിന്, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഫ്രഷ് ക്രീം ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ ഹണിക്ക് പകരം നമുക്ക് പഞ്ചസാരയിലും മതി, അതും 1 ടേബിൾ സ്പൂൺ എടുക്കാം, പിന്നെ ബട്ടർ, വെള്ളം ആവശ്യത്തിന്. എന്നാൽ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് പാൻ. ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. മെൽറ്റ് ആയി വരട്ടെ. നമ്മുടെ ബട്ടർ ഇപ്പോൾ മെൽറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സബോള ഇതേപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതെല്ലാം ലാസ്റ്റ് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് എന്തായാലും. പിന്നെ അങ്ങനെ വലുതായാലും കുഴപ്പമൊന്നുമില്ല. കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി എടുക്കാം. ഇപ്പം നമ്മുടെ സബോളയുടെ പച്ചമണമൊക്കെ മാറി എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം കുറച്ച് ആഡ് ചെയ്യാം, നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ്. ഒന്ന് ഇളക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂൺ ആട്ടോ, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ മതി. പക്ഷെ അത് അപ്പോൾ അര ടേബിൾ സ്പൂൺ എടുത്തോളൂ കേട്ടോ. ഇനി കാശ്മീരി ചില്ലിയുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഇത് ഇളക്കാം. അത് മാറിന് ശേഷമാണ് നമുക്ക് തക്കാളി ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം മുളകിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും വലിയ പീസൊക്കെ അരിഞ്ഞോ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയിൽ നിന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വാടി വരുന്ന വരെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. ഇപ്പം നമ്മുടെ തക്കാളി നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം എടുത്തതെങ്കിൽ റെഡി ആയിട്ട് വരാനായിട്ട്. നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം. ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തേക്ക് മാറ്റുന്നത്. നമുക്കിത് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മിക്സ് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം.
ഇട്ട് കൊടുക്കണ്ടേ. ഇതാ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അരയ്ക്കാൻ പോവാം. ഇതാ ഞാനിപ്പോൾ അരച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പിന്നെ ഞാൻ ഇതിലേക്ക് 1.5 ഗ്ലാസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തം ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പനീർ ബട്ടർ മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. വേണം മെൽറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ബട്ടർ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പച്ചമണം മാറുന്നത്, ഈ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കണം. ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഗരം മസാലയും കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കേട്ടോ, 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാശ്മീരി ചില്ലിയുടെ കളറിന് നല്ല ഇതിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അതായപ്പോൾ നമ്മുടെ പനീരൊക്കെ നല്ലോണം മസാല പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഹണി ഇല്ലെങ്കിൽ പഞ്ചസാരയിലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹണിയാകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഹണിയാണ് ഒന്നുകൂടി നല്ലത്. ഈ സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഹണി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.